ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചരണ പരിപാടികൾ മുമ്പോട്ട് നീങ്ങുകയാണ്. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇലക്ഷനുള്ളത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ? തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ആളുകൾ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ വളരെ വ്യത്യസ്തമാർന്ന ജനവിഭാഗങ്ങൾ ഉള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ്. തമിഴ് വോട്ടർമാർ, പ്ലാന്റേഷൻ ലേബേഴ്സ്, കൃഷിക്കാർ, വ്യാപാരികൾ, വ്യവസായികൾ തുടങ്ങി പിന്നെ ഹൈറേഞ്ചും ലോ റേഞ്ചും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മേഖലയിൽ നിന്നും എല്ലാ വിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചിട്ടയായ ഇലക്ഷൻ പ്രവർത്തനത്തിലൂടെ നമ്മളെല്ലാ മുഴുവൻ ആളുകളിലേക്കും എത്തിച്ചേരുകയും അതിന്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള പിന്തുണയും എല്ലാവരിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ആശങ്കയില്ല. വിജയത്തിന്റെ പ്രതീക്ഷ പറയുമ്പോൾ എന്താണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു MP എന്ന നിലയിൽ അടിയന്തരമായി ഇടപെടേണ്ട വിഷയങ്ങളുണ്ടെന്ന് പറയുന്നത്? MP എന്ന പദവി ഒരു അലങ്കാരിക പദവിയല്ലല്ലോ, അതൊരു ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്ത് അതൊരു ഭരണഘടനാ പദവിയും ഒരു അധികാരവും കൂടിയാണ്. അപ്പോൾ അതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. ആ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള അല്ലാത്തവരുമായ എല്ലാ മനുഷ്യരും നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കകത്തും കൃത്യതയോടുകൂടി ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ നമ്മൾ ചെയ്തിരുന്നത്. അതിന്റെ തുടർച്ചയിൽ വീണ്ടും ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും അതുപോലുള്ള ഇടപെടലുകൾ എല്ലാ മേഖലയിലും നടത്തും. ഇടുക്കിയെ ഒരു പാർലമെന്റ് മണ്ഡലത്തെയാകെ ഒരു ടൂറിസം പ്രോഡക്റ്റായി വികസിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. ആ ടൂറിസം പ്രോഡക്റ്റാക്കി അതിനെ ഡിസൈൻ ചെയ്ത് അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് അത് ടൂറിസത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും അതിന് ഗുണമുണ്ടാവണം. എല്ലാവരുടെയും ജീവനോപാധി ആയി ആ ടൂറിസത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ടൂറിസം പ്രോഡക്റ്റ് വിഭാവനം ചെയ്ത് അത് വളരെ പ്രൊഫഷണലായി ഉണ്ടാക്കി അതിനെ നമ്മൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനുള്ളൊരു ശ്രമം നടത്തും. അതിനകത്ത് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കും. സ്വകാര്യ മേഖലയുടെയും ഗവൺമെന്റിന്റെയും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ജനങ്ങളുടെ എല്ലാം പങ്കാളിത്തത്തോടുള്ളൊരു പദ്ധതി, അത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതും നടപ്പിലാക്കും. നിലപാടുകൾക്ക് വ്യക്തതയുണ്ട്, കൃത്യതയുണ്ട്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.